കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസിന്റെ നവീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം റേഞ്ച് DIG എസ് അജിത ബീഗം IPS, കൊടിക്കുന്നിൽ സുരേഷ് MP, വിഷ്ണുനാഥ് MLA, മുനിസിപ്പൽ ചെയർമാൻ K. ഉണ്ണികൃഷ്ണ മേനോൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P.K. ഗോപൻ, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KM, IPS എന്നിവർ സംസാരിച്ചു. സഹോദരി സഹോദരന്മാരെ, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി അതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ പൂർത്തിയാക്കിയ 30 മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും 6 കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് നടക്കുന്നത്. പൂർത്തിയായ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ 3 വനിതാ സൈബർ പോലീസ് സ്റ്റേഷനുകൾ, 8 പോലീസ് സ്റ്റേഷനുകൾ, 3 ക്യാമ്പ് ഓഫീസുകൾ, 2 കൺട്രോൾ റൂമുകൾ, കമ്പ്യൂട്ടർ ലാബ്, ഫുട്ബോൾ ടർഫ്, ജില്ലാ പരിശീലന കേന്ദ്രം, കസ്റ്റോഡിയൽ ഫെസിലിറ്റേഷൻ സെൻറ്റർ, ക്വാർട്ടേഴ്സ്, കുട്ടികൾക്കായുള്ള കൃഷി തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു. ഇതോടൊപ്പം മുണ്ടക്കയം, കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനുകൾ, ആലപ്പുഴ നോർത്ത്, ചേർത്തല എന്നിവിടങ്ങളിൽ ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, ഒറ്റപ്പാലത്ത് ഫാമിലി ക്വാർട്ടേഴ്സ്, KAP 5ാം ബറ്റാലിയനിൽ
കെന്നൽ എന്നിവയുടെ ശിലാസ്ഥാപനവും നടക്കുകയാണ്. ഇവയെല്ലാം തന്നെ ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടവയാണ്. ഈ 36 പദ്ധതികളുടെയും ആദ്യം പറഞ്ഞതുപോലെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. മൊത്തം 36 പദ്ധതികളാണെങ്കിലും നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി സൂചിപ്പിച്ചു, 2 പദ്ധതികളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയണമെന്നാണ് തോന്നുന്നത്. ഒന്ന് AI എനേബിൾഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻ്ററാണ്, SOC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. നേരത്തെ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് തന്നെ പുതുമയുള്ള ഒന്നാണ്, ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരമൊന്ന് ആരംഭിക്കുന്നത്. പോലീസ് വകുപ്പിലെ കമ്പ്യൂട്ടറുകൾ, മറ്റനുബന്ധ ഉപകരണങ്ങൾ ഇവയുടെയെല്ലാം സൈബർ സുരക്ഷാ കവചമൊരുക്കുക, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിൻ്റെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സിൻ്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ സൈബർ ഭീഷണികളെയും സുരക്ഷാ പിഴവുകളെയും മുൻകൂട്ടി കണ്ടെത്തി ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നതിനും പോലീസ് വകുപ്പിലെ എല്ലാ കമ്പ്യൂട്ടറുകളുടെയും നിരീക്ഷണം 24 മണിക്കൂറും ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞ SOC രൂപീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടം എന്ന നിലയിൽ പോലീസ് ആസ്ഥാനത്തെയും സിറ്റി പോലീസ് കമ്മീഷണറേറ്റ്, SDPOകൾ, സിറ്റി പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലെയും കമ്പ്യൂട്ടറുകളും അനുബന്ധ സംവിധാനങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയുടെ ഫലപ്രാപ്തി പരിശോധിച്ച ശേഷം ഈ വർഷം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. സൈബർ ഡിവിഷൻ നിലവിൽ വരുന്നതിന് വളരെ മുൻപ് തന്നെ സൈബർ തട്ടിപ്പുകൾ കൃത്യമായി അന്വേഷിക്കാനും പ്രതികളെ പിടികൂടാനുമുള്ള സംവിധാനം ഒരുക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് നമ്മുടെ സംസ്ഥാനം നടത്തിയിരുന്നത്. സൈബർ കുറ്റാന്വേഷണ രംഗത്ത് അഭിമാനകരമായ പല നേട്ടങ്ങളും കേരള പോലീസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്വന്തമായി ഡ്രോൺ ലാബും ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങളുമുള്ള രാജ്യത്തെ ഏക പോലീസ് സേനയാണ് നമ്മുടേത്. ഡാർക്ക് വെബിൽ നടക്കുന്ന തട്ടിപ്പുകൾ കണ്ടെത്താനായി സ്വന്തമായി സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനും ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി കോടതിയിൽ ഓൺലൈനായി ചാർജ് ഷീറ്റ് സമർപ്പിക്കാനുമൊക്കെ കഴിയുന്ന സേനയാണ് ഇന്ന് കേരള പോലീസ്. ഇപ്പോൾ ഈ സുരക്ഷാ കവചം കൂടി ഒരുക്കുന്നതിലൂടെ മറ്റൊരു പുതിയ മാതൃകയാണ് കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതും രാജ്യത്തിനാകെ മാതൃകയാകുന്നതുമായ മറ്റൊരു പദ്ധതിക്ക് കൂടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. പോലീസ് സേവനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനായുള്ള പരാതി പരിഹാര സംവിധാനം ഇന്നു മുതൽ നിലവിൽ വരികയാണ്. ഇതിനായി ഓരോ പോലീസ് സ്റ്റേഷനുകളിലും QR കോഡ് പ്രദർശിപ്പിക്കും. ഇത് സ്കാൻ ചെയ്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമായ സേവനം തൃപ്തികരമാണോ അല്ലയോ എന്ന് രേഖപ്പെടുത്താൻ കഴിയും.
കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം രസീത് ലഭ്യമാക്കാതിരിക്കുക, അപേക്ഷ സ്വീകരിക്കാതിരിക്കുക, ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം, സേവനത്തിന് കൈക്കൂലി ആവശ്യപ്പെടൽ തുടങ്ങി എല്ലാവിധ പരാതികളും ഇതിലൂടെ അറിയിക്കാൻ സാധിക്കും. തുണ വെബ്സൈറ്റിലും പോൾ ആപ്പിലും ഈ സൗകര്യം ലഭ്യമാകും. പൊതുജനങ്ങളോട് ഏറ്റവും അടുത്തിടപഴകുന്ന സർക്കാർ സംവിധാനമാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ജനപക്ഷത്ത് നിന്നുകൊണ്ടാവണം പോലീസുകാർ കൃത്യനിർവഹണം നടത്തേണ്ടത്. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന പോലീസിന്റെ ആപ്തവാക്യം അന്വർത്ഥമാകുന്ന പ്രവർത്തനമാണ് എല്ലാ പോലീസുകാരിൽ നിന്നും ഉണ്ടാകേണ്ടത്. പൊതുജനങ്ങളോട് മൃദുവായും കുറ്റവാളികളോട് ദൃഢമായും പെരുമാറാൻ കഴിയണം. ആരുടെയും സമീപനം മറിച്ചാകരുത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. അവരുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റം അവധാനതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കാൻ സാധിക്കണം. ഏത് പാതിരാത്രിയിലും പൊതുജനങ്ങൾക്ക് ഭയരഹിതമായി പോലീസ് സ്റ്റേഷനുകളിൽ കയറി വരാൻ കഴിയണം. യഥാർത്ഥ പ്രശ്നങ്ങളുമായി വരുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാനും കഴിയും. അടുത്ത നാളുകളിലായി കേരളത്തിൽ ഉയർന്നു വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് പോലീസിങ്ങിൻ്റെ പരിധിക്ക് പുറത്തായിട്ടുള്ള കാര്യങ്ങൾ കൂടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കുറ്റകൃത്യങ്ങളാണ്. അതും വലിയ തോതിൽ ആളുകളെ പ്രയാസത്തിലാക്കുന്ന, മനുഷ്യരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അത്തരം കാര്യങ്ങൾ പോലീസിൻ്റെ അനുഭവം കൂടി വെച്ചുകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വിശദമായ പഠനം ചില പ്രത്യേക കേസുകളെ മുൻനിർത്തിക്കൊണ്ട് നടത്താൻ കഴിയണം. എങ്ങനെയാണ് ആ തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്, എന്താണ് പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സമൂഹം ശ്രദ്ധിക്കേണ്ടത്, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ സാധാരണഗതിയിലുള്ള മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് വളർന്നു വരാൻ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലടക്കം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടോ? കേവലം പോലീസിൻ്റെ മാത്രം ചുമതലയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന നിലക്ക് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായുള്ള ചർച്ചയ്ക്കും ആശയവിനിമയത്തിനും അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിനും പോലീസ് തന്നെ മുൻകൈ എടുക്കുന്നത് നന്നാകും എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ പോലീസ് സേനയുടെ പൊതുരീതി പരിശോധിച്ചാൽ ഗുണപരമായ വലിയ മാറ്റം സേനയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇന്ന് പോലീസ് സേനയെ എടുത്താൽ വിദ്യാസമ്പന്നരായ
ചെറുപ്പക്കാരുടെ, അതും ഉന്നത വിദ്യാഭ്യാസം ഏത് തലത്തിലുള്ളതും നേടിയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര കേരള പോലീസിലുണ്ട്. അവരുടെ കഴിവുകൾ സേനയുടെയും നാടിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും ഗുണപരമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് സ്ഥാനത്തായാലും പോലീസുകാർ ആത്യന്തികമായി ജനങ്ങളെ സേവിക്കുന്നവരാണ് എന്നത് എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടാവണം. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്നതിൽ കേരളത്തിലെ പോലീസ് സേനയിലെ എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. ഈ സേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ ഉതകുന്ന ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഈ ചടങ്ങിനെയും അതിൻ്റെ ഭാഗമായി നമുക്ക് വിലയിരുത്താനാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം അറിയിക്കുന്നു. ഈ അവാർഡിന് അർഹത നേടിയ, നേരത്തെ തന്നെ ലഭിച്ചു കഴിഞ്ഞ എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ശ്രീ കെ ഉണ്ണികൃഷ്ണ മേനൻ, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികൾ, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് കൊല്ലം റൂറൽ ശ്രീ സാബു മാത്യു, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സ്, ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ ഞാൻ പറയുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 2016 കഴിഞ്ഞിട്ട് ഇപ്പൊ 2025 ഈ ഒരു സ്ഥലത്ത് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള, ഇൻഫാക്ട് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം പറഞ്ഞായിരുന്നു, എൻ്റെ ഓഫീസെക്കാട്ടിലും വലിയൊരു പോലീസ് സ്റ്റേഷനാണ് ഇത്. DIG IG ഓഫീസെക്കാട്ടിലും വലിയൊരു നല്ലൊരു 7500 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ പണിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. സോ ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹവും നമ്മുടെ DGPയും പറഞ്ഞതുപോലെ ഒരു പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ആ പരാതിക്ക് ഒരു തീരുമാനം ഉണ്ടാവണം. ആക്ഷൻ ഹീറോ ബിജുവില് ഒരു ഡയലോഗ് ഉണ്ട്, അത് ആക്ച്വലി ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് ഓർഡറിൽ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഡിസ്ട്രിക്ട് കോർട്ടും ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും പോകാൻ പറ്റത്തില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം പോലീസ് സ്റ്റേഷൻ ആണ് അവന്റെ എല്ലാ കോർട്ടും എന്ന് പറഞ്ഞു ആ സിനിമയിൽ. അപ്പൊ ഞാൻ അംഗീകരിക്കുന്നില്ല, എന്നാലും പോലീസ് സ്റ്റേഷൻ പറയുന്നത് ഒരു ഈ ലോ ആൻഡ് ഓർഡർ ഉറപ്പുവരുത്താനും ഈ ഒരു വലിയ സംസ്ഥാനത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഓരോ പോലീസ് സ്റ്റേഷനുമാണ് ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പൊ അതിനകത്ത് നോക്കിയാൽ നമുക്ക് ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ട് ഉണ്ടാവണം. അതാണ് ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. പ്ലസ് ജനങ്ങളുടെ ട്രസ്റ്റ്, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ജനങ്ങളുടെ ട്രസ്റ്റ് കിട്ടണം, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. കൂടാതെ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കും ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഇന്ന് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ 5ാം സ്ഥാനത്ത്, ഇന്ത്യയിൽ തന്നെ മികച്ച പോലീസ് സ്റ്റേഷനിൽ 5ാം സ്ഥാനത്ത് ഉണ്ടെന്ന് DG അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ ഐ എം ഷുവർ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ഇന്ന് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അടുത്ത വർഷമോ അല്ലാതെ അതിന്റെ അടുത്ത വർഷമോ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇനി എന്റെ കർത്തവ്യം പറയുന്നത് ഇവിടെ സ്വാഗതം പറയാനാണ്. ആദ്യം തന്നെ ഞാൻ യോഗ അധ്യക്ഷൻ നമ്മുടെ മിനിസ്റ്റർ അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ ഒരു പദ്ധതി മാത്രമല്ല, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പോലീസ് ട്രെയിനിങ് സെന്റർ വരും, തൊട്ടടുത്ത് നമ്മുടെ സൈബർ പോലീസ് സ്റ്റേഷൻ വരും, വുമൻ സെല്ലിന്റെ ഉദ്ഘാടനം വരും. ഇങ്ങനെ പല പ്രോജക്ട്സും വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു വലിയ പങ്കുണ്ട്. മിനിസ്റ്റർ മാത്രമല്ല, നമ്മുടെ ബഡ്ജറ്റ് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഇദ്ദേഹം കോഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ റേഞ്ചിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻസ് വരും.
അപ്പോൾ നമ്മുടെ SP പറഞ്ഞത് ഇപ്പോൾ DPO പ്രിമൈസസിൽ SPയുടെ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനവും ഇന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ആ ക്യാമ്പ് ഓഫീസിൽ ആക്ച്വലി ഫർണിച്ചേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലാണ്. അതും അദ്ദേഹം ഡെഫിനറ്റ്ലി മൺഡേനകത്ത് എല്ലാ ഫർണിച്ചറും എത്തത്തക്ക രീതിയിൽ എല്ലാ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് SP പറഞ്ഞു. സോ അദ്ദേഹത്തിന്റെ കോപ്പറേഷനും അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ല എങ്കിൽ ഇത് ഇന്ന് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് ഞാൻ യോഗ അധ്യക്ഷൻ അദ്ദേഹത്തിന് ശ്രീ ബാലഗോപാൽ ബഹുമാനപ്പെട്ട കേരള ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം പറയാം. വേദിയിൽ സന്നിധരായിട്ടുള്ള കൊടിങ്ങന്നൂർ സുരേഷ് ബഹുമാനപ്പെട്ട മാവേലിക്കര MP അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം പറയാം. ശ്രീ P. വിശ്വനാഥ് MLA കുണ്ട്ര അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം പറയാം. ശ്രീ K. ഉണ്ണികൃഷ്ണ മേനൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തിനും സ്വാഗതം പറയാം. ശ്രീ A. അഭിലാഷ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരക്കര അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം പറയാം. ഓക്കെ, ശ്രീ P. K. ഗോപൻ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന് എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം പറയാം. സ്റ്റേജിലുള്ളത് ശ്രീ രഞ്ജിത്ത് S, ശ്രീമതി R. രശ്മി, ശ്രീ ബ്രിജേഷ് എബ്രഹാം, ശ്രീമതി VK ജ്യോതി, ശ്രീ സജി കടുക്കാല, ശ്രീമതി എബി ഷാജി, ശ്രീ A. ഷാജു, ശ്രീമതി വനജ രാജീവ്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ DYSP സ്പെഷ്യൽ ബ്രാഞ്ച് ശ്രീ സക്രിയ മാത്യു, ബൈജു കുമാർ DYSP കോട്ടാക്കര, റെജി ഇബ്രഹാം, ശ്രീ രമേശ്, ഈ പോലീസ് സ്റ്റേഷന്റെ SHO എൻ്റെ SA ആയിരുന്നു മുമ്പ്, വളരെ ആക്റ്റീവ് നല്ല എൻതുസിയാസ്റ്റുമായി കൂടി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസറാണ് ശ്രീ ജയകൃഷ്ണൻ. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർ, എല്ലാ ജനങ്ങൾ, നാട്ടുകാർ, മീഡിയ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ SPC കാഡറ്റ്സ്. സോ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ദീർഘമായി സംസാരിക്കേണ്ട ഒരു വേദിയല്ല. ഞങ്ങൾ പൊതുവിൽ ആലോചിച്ചത് 2-3 പേരോട് സംസാരിച്ചതിന് ശേഷം ഇവിടെ ശിലാഫലകം മാറ്റുക, അത് കഴിഞ്ഞാൽ യോഗം അവിടെ നിന്ന് ഇങ്ങനെ പിരിയാം. കാരണം അവിടെ പോയിട്ട് തിരിച്ചു വന്ന യോഗം വേണ്ട, അതുകൊണ്ട് ചുരുക്കി യോഗം അവസാനിപ്പിക്കാം. പോലീസ് സ്റ്റേഷനുകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പോലീസിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ ഒരു അഭിപ്രായം, ഇത്തരം ഒരു പോലീസ് സ്റ്റേഷനകത്ത് വരുന്ന ആളുകളോട് വളരെ നല്ലതുപോലെ ആയിരിക്കും ഇനി പെരുമാറുക എന്നുള്ള അഭിപ്രായം ശ്രീമതി ഹജിത ബീഗം നമ്മുടെ ഇവിടെ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളിൽ നിന്നും വളരെ വലിയ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ മാറിയിട്ടുണ്ട്. ആ സൗകര്യം മാത്രമല്ല, പല കാര്യങ്ങളിലും നമ്മുടെ കേരളത്തിലെ പോലീസിന് ശ്രദ്ധേയമായ നേട്ടങ്ങളുണ്ട്. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്കറിയാം, ഓൺലൈനായിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന സൈബർ തട്ടിപ്പുകളിലേക്ക് വന്നു, യൂണിഫോമിലൊക്കെ ഇട്ട് ഇത്തരം ആളുകളെ പോയി പിടിക്കുക. നൈജീരിയയിലും മറ്റ് സ്ഥലത്തുനിന്ന് ഉൾപ്പെടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ വന്ന് സൈബർ തട്ടിപ്പ് നടത്തുന്നവരെയൊക്കെ പോയി ഏറ്റവും ശ്രദ്ധേയമായി അറസ്റ്റ് ചെയ്തത് കേരള പോലീസാണെന്ന് ബഹുമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ തട്ടിപ്പുകളുടെ സ്വഭാവം മാറി. സൈബർ തട്ടിപ്പുകൾ എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. പലതരത്തിലുണ്ട്. സൈബർ തട്ടിപ്പുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് പറഞ്ഞാൽ അപ്പം തന്നെ പോയി വീഴുന്ന ആളുകളുമുണ്ട്. അപ്പോൾ പാതി വില തട്ടിപ്പ്, ഒന്നും പകുതി വിലയ്ക്ക് കിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. പക്ഷെ അത്തരം തട്ടിപ്പുകളൊക്കെ വന്ന് അതിനകത്ത് പെടുന്ന ആളുകളെ കേസിൻ്റെ ഭാഗമായി അന്വേഷിക്കാനും അവരെ കണ്ടെത്താനും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം ക്രമസമാധാന നിലയിൽ പുതിയ പുതിയ വിഷയങ്ങൾ വരികയാണ്. വെഞ്ഞാറമൂടുണ്ടായ സംഭവമൊന്നും എന്താണ് അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോഴും പൂർണ്ണമായി അന്വേഷിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ തൊട്ടു മുമ്പ് ഞങ്ങൾ മണ്ഡലത്തുരത്തിലുണ്ടായ സംഭവത്തെപ്പറ്റി നമ്മുടെ വിശ്വനാഥ് MLA പറയുകയാണ്. ഒരാൾ ഇപ്പോൾ കേട്ടതാണ്, എനിക്ക് കേട്ടതേ ഉള്ളൂ, ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി റെയിൽവേ പാളത്തിലെടുത്തിരുന്നു, കുടിച്ച് ലക്ക് കേട്ട 2 പേര് പോയി ഇവനെ പിടിച്ചു വലിച്ച് വീട്ടിൽ കൊണ്ട് രക്ഷപ്പെടുത്തി. അവിടുത്തെ തന്നെയാണ്. അവരിങ്ങോട്ട് വന്ന വഴിക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന ഒരുത്തരെ വെട്ടിയേക്ക് വന്നു. ഇപ്പോൾ ഉണ്ടായ സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ പലതും വരിക. അപ്പോൾ ചിലത് ക്രിമിനൽ സ്വഭാവത്തിൻ്റെ അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ പോലീസിൻ്റെ ജോലി
വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ ക്രിമിനൽ സ്വഭാവം? മനസ്സിൻ്റെ മയക്കുമരുന്നും മദ്യവും മാത്രമല്ലാത്ത പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായ തരത്തിൽ ഇക്കാലത്ത് പ്രവർത്തിക്കേണ്ട പോലീസിന് നേതൃത്വം വഹിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ മാറണം, പൊതു സംവിധാനങ്ങൾ മാറണം. ഇവിടെ വന്ന പോലീസ് സ്റ്റേഷനും ഏറ്റവും ആധുനികമായ പോലീസ് സ്റ്റേഷനാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ DGP ഓഫീസിനേക്കാളും വലുതാണല്ലോ പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ സൗകര്യങ്ങൾ. അത്രയും വലിയ സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെ ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകും. നാട്ടുകാരുടെ എല്ലാം സഹായം എടുത്തു പറയണം. ഇവിടുന്ന് റോഡിലേക്ക് പോകുന്ന ആ മെയിൻ റോഡിലേക്ക് എത്തുന്ന വഴി വളരെ ചെറിയ വഴിയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇത്രയും വലുത് വന്നാൽ വാഹനങ്ങൾ സുഖമായി വരാൻ പറ്റുന്നൊരു അവസരം ഉണ്ടായില്ലേ പറ്റില്ല. ഞങ്ങൾ ഇവിടുത്തെ ഈ നാട്ടിലെ ഇതിന് റോഡിലേക്ക് പോകുന്ന ആളുകളെ എല്ലാവരും വിളിച്ചു. വിവിധ വീടുകളിലെ താമസിക്കുന്നവർ, സ്ഥാപനങ്ങളിലെ അവരെല്ലാം ഒരുമിച്ച് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചു. മുനിസിപ്പാലിറ്റിയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SP അടക്കം ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരുണ്ടായിരുന്നു. അവർ ആ സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വീതി എടുത്തിട്ട് മതിൽ കെട്ടി ശരിയാക്കിയാൽ മതി. അങ്ങനെ ഒരു വിശാലമായ റോഡ് ഇതിനകത്തേക്ക് വരുന്ന സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം സൗകര്യമുള്ള, വളരെ വിശാലമായ മുറ്റമുള്ള, അതിന് അടുത്ത് ചേർന്ന സൗകര്യങ്ങളുള്ള ഏറ്റവും പഴക്കമുള്ളൊരു പോലീസ് സെൻ്ററാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഏറ്റവും നല്ലൊരു ഓഫീസായിട്ട് ഇത് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉദ്യോഗസ്ഥന്മാർ, സ്റ്റുഡൻറ് കാഡറ്റ് പോലീസ്, മാധ്യമപ്രവർത്തകർ, സുഹൃത്തുക്കൾ, വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കൊല്ലം റൂറൽ പോലീസിന് കീഴിൽ വരുന്ന കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് മനോഹരമായ ബഹുനില മന്ദിരം നിർമ്മിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത്രയും കാലം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ അനുഭവിച്ച, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കക്ഷികളും പ്രതികളും അതുപോലെ പോലീസുകാരും അനുഭവിച്ച ദുരിതത്തിന് പരിഹാരമായി ഈ ബഹുനില കെട്ടിടം ഇവിടെ ഉയർന്നിരിക്കുക. ഒരുപക്ഷെ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ കേസുകളുള്ള, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഏരിയയുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ. പക്ഷെ നിലവിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടം പരിമിതികൾ മൂലം വീർപ്പുമുട്ടുകയായി. പോലീസുകാർ കൃത്യമായി ജോലി ചെയ്യുവാനോ, കക്ഷികൾക്ക് വന്ന് പരാതികളുമായി വരുന്നവർക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങളുമായി വരുന്നവർക്ക് നിന്ന് തിരിയാൻ ഇടമില്ലാതിരുന്ന, അതോടൊപ്പം തന്നെ കസ്റ്റഡി റൂമുകളും മറ്റുമൊക്കെ ഇല്ലാതിരുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് വളരെ വീർപ്പുമുട്ടി മുന്നോട്ട് പോയത്. അതിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണവും പോലീസ് സേനയുടെ നവീകരണവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനും സമഗ്രമായ മാറ്റത്തിൻ്റെ ഭാഗമായി ഈ മനോഹരമായ ബഹുനില കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് കൊട്ടാരക്കരയിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ജനങ്ങൾക്കും ഒരുപോലെ ഈ സ്റ്റേഷനിലുള്ള സേവനം ലഭ്യമാക്കുവാൻ കഴിയുന്നതിൽ നമുക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന് തന്നെ മാതൃകയായ പോലീസ് സേനയാണ് കേരളത്തിൻ്റെ പോലീസ് സേന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ പോലീസ് സേനയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴും നിയമസഭ ചർച്ച ചെയ്യുന്നതാണ്. പോലീസ് സേനയുടെ ആധുനികവൽക്കരണം, പോലീസുകാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുക, പലപ്പോഴും 18-20 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, പുതിയ കാലത്തിൻ്റെ പുതിയ ക്രൈമുകൾ വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള സൗകര്യങ്ങൾ പോലീസിന് കൊടുക്കുക, അതെല്ലാം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ കുണ്ട്ര ഒക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് റൂറൽ SP-യുടെ ക്യാമ്പ് ഓഫീസും കൂടെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം അവിടെയാണ് പോയത്. അപ്പോൾ അവിടെ ഓൺലൈൻ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. മീറ്റിംഗ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഈ യോഗത്തിന് ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ മേഖലയിലും പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിനാവശ്യമായ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. മെച്ചപ്പെട്ട സ്കൂൾ കെട്ടിടങ്ങൾ, മികച്ച ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള സ്മാർട്ട് അംഗൻവാടികൾ, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ, ഇതെല്ലാം പശ്ചാത്തല സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരിടമായ കൊട്ടാരക്കരയിൽ മനോഹരമായ ഈ പോലീസ് സ്റ്റേഷനും ഇപ്പോൾ സംജാതമായിട്ടുള്ളത്.
ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും കേരളത്തിലെ പൊതുസമൂഹവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മാഡം അജിത ബീഗം അവരുടെ സ്വാഗത പ്രസംഗത്തിലൂടെ മുന്നോട്ട് വച്ചതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് പൊതുസമൂഹത്തോട് മൃദു സമീപനവും കുറ്റവാളികളോട് ദൃഢസമീപനവും സ്വീകരിക്കുക എന്ന പോലീസിൻ്റെ ടാർഗറ്റ് കൃത്യമായി പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞ കാര്യം പോലീസ് സ്റ്റേഷൻ്റെ മനോഹാരിത, അത് പോലീസ് സ്റ്റേഷൻ അകത്തുണ്ടാവണമെന്നുള്ളതാണ്. സൗന്ദര്യാത്മകമായ ഭാഷയിൽ സർഗാത്മകമായ ഇടപെടലുകൾ ഒരു പോലീസ് സ്റ്റേഷനകത്തുണ്ടായാൽ അതാണ് കുറ്റവാളികളല്ലാത്ത പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ. ബഹുമാന്യ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KN ബാലഗോപാൽ സർ, ബഹുമാനപ്പെട്ട കേരള ധനകാര്യ ഉപമന്ത്രി, നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ശ്രീമതി അജിത ബീഗം IPS DIG തിരുവനന്തപുരം റേഞ്ച്, നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാനായ MP കൊടിക്കുന്നിൽ സുരേഷ് സർ, നമ്മുടെ കുണ്ട്ര MLA വിശ്വനാഥ് സർ, അതുപോലെ തന്നെ നമ്മുടെ ഈ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ, നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്ത ആശംസ പറഞ്ഞ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗോപൻ അവർ, മറ്റ് ബഹുമാന്യ വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യോഗം വളരെ ഭംഗിയാക്കി തന്ന എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ കൃതജ്ഞ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.